നിഴൽക്കുത്ത് എൻ്റെ പുസ്തകത്തിൽ ഞാൻ ഫുള്ളായിട്ട് എഴുതിയിരിക്കുന്ന നിഴൽക്കുത്തിനെ കുറിച്ചാണ്. അതിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ നിഴൽക്കുത്ത് ഇത് ഇത് ഡിസംബറിൽ അല്ലെങ്കിൽ നവംബറിൽ, അന്ന് നവംബറിലായിരുന്നു ഫെസ്റ്റിവൽ ലണ്ടനിൽ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മലയാളത്തിൽ ഇപ്പോൾ എലിപ്പത്തായം വന്ന് അതിനെപ്പറ്റി നല്ല ശരിയായ വിശദമായ പഠനങ്ങളൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനവിടെ ഒന്ന് എഴുതിയിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇതെല്ലാം വിശദമായിട്ട് ഇവിടെ നടന്ന് കഴിഞ്ഞു. അപ്പോൾ അസമയം നിഴൽക്കുത്ത് വരുമ്പോഴത്തേക്ക് അതിന് നല്ല ഏകദേശം ആദ്യത്തെ അടുപ്പിച്ചുള്ള റിവ്യൂ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ റിവ്യൂ തന്നെ ആവാം. അതുകൊണ്ടാണ് അതിൽ പുസ്തകത്തിൽ നിഴൽക്കുത്തിനെ കുറിച്ച് വരുന്നത്. നിഴൽക്കുത്ത് ഗംഭീരമായിട്ട് അവിടെ പോയ ശരിക്കും പോയതെന്ന് പറയുമ്പോൾ ഓഡിയൻസിൻ്റെ അടുത്ത് എത്തിയ പടമാണ്. പിന്നെ എലിപ്പത്തായത്തിൻ്റെ കാര്യം, എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ എലിപ്പത്തായമാണ് ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ, അല്ല മൊത്തത്തിൽ നാഷണൽ ഫിലിം തിയേറ്ററിൽ, ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ ശരിക്കും ഓഡിയൻസ് ആസ്വദിച്ച, ശരിക്കും ഒരു അടൂരിൻ്റെ പടത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കപ്പെട്ട ആരാധകരുള്ള പടം എലിപ്പത്തായം തന്നെയാണ്. എലിപ്പത്തായം അവർക്ക് പലർക്കും അവർ ആ ജീവിതത്തോട് അവർക്കത് ഇങ്ങനെ താരതമ്യം ചെയ്യാനായിട്ട്, അവർക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ച് ഫെസ്റ്റിവലിൽ തന്നെ പബ്ലിക്കായിട്ട്. അപ്പോൾ അത് ആ രീതിക്കാണ് അടൂരിൻ്റെ പടങ്ങൾ ഒരു നല്ല യഥാർത്ഥ മലയാളത്തിൽ ഇപ്പോൾ സത്യജിത്ത് റേയും മൃണാൾ സെന്നും ശാമ്പനേക്കാളും കഴിഞ്ഞാൽ പിന്നെ ഇത് മലയാള സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉള്ളത് അടൂർ ഗോപാലകൃഷ്ണ സാറിൻ്റെ പടങ്ങൾക്കാണ്. അത് ശാമ്പനേക്കാളോടൊപ്പം അവരിങ്ങനെ പേര് പറഞ്ഞതേ ഉള്ളൂ അവർ ഹിന്ദിയിലുള്ള. അപ്പോൾ ആ രീതിക്ക് നമ്മുടെ മലയാളത്തിൽ നമ്മുടെ സംവിധായകരെ എടുക്കുമ്പോൾ അടൂർ തന്നെയാണ് ആദ്യം വരുന്നത്. പിന്നെ തൊട്ട് പുറകെ നിൽക്കുന്നത് അരവിന്ദനാണ്. അരവിന്ദന് പുറകെ വരുന്നത് ഷാജി എൻ കരുൺ. അപ്പോൾ ഷാജി എൻ കരുൺ പടം ഈ പിറവിയാണ്. നിഴൽക്കുത്ത് വളരെ കംപ്ലീറ്റ് വേറെ അടൂർ ഭയങ്കര സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി റിസർച്ച് നടത്തിയിട്ട് പടം എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഗംഭീരമായിട്ട് ആളുകൾ അവിടെ ആസ്വദിച്ച, ഞാൻ ഫെസ്റ്റിവലിൽ വെച്ച് കണ്ട പടമാണ്, ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച്. അപ്പോൾ അത് ശരിക്കും ആളുകൾ ആസ്വദിച്ച പടം തന്നെയാണ് നിഴൽക്കുത്ത്. അത് ശരിയായ രീതിക്ക് ആസ്വദിക്കപ്പെടുകയും അന്ന് ചോദ്യോത്തരവേളയിൽ അടൂരുമായിട്ട് നല്ലവണ്ണം ആൾ റിയാക്ട് ചെയ്യുകയും അഭിപ്രായങ്ങൾ പറയുകയും ആ രീതിക്ക് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത പടങ്ങൾ. ഇതിൻ്റെ വേറെ വർഷങ്ങളിങ്ങനെ കഴിഞ്ഞു പോവുകയല്ലേ. അപ്പോൾ എക്സാക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ലെങ്കിലും അടൂരിൻ്റെ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്ത പടങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് നിഴൽക്കുത്ത്. അപ്പോൾ ആ രീതിക്ക് അടൂർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടൂർ തന്നെയാണ് മലയാളത്തിൽ പ്രോമിനൻറ്റ് സ്ഥാനം അടൂരിന് തന്നെയാണ്.